കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശുദ്ധന്മാരായ ദേവദാസീദാസന്മാർക്ക് വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി പഴയ നിയമ പൗരോഹിത്യത്തെയും പുതിയ നിയമ രാജകീയ പൗരോഹിത്യത്തെയും തമ്മിൽ താരതമ്യം ചെയ്ത് പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ എന്തായിരുന്നു, പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്താണ്, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പേര് കുരുവിള വർഗീസ്. പഴയ നിയമത്തിലെ പൗരോഹിത്യ പ്രവാചക ശുശ്രൂഷകന്മാരും ശുശ്രൂഷകളെ തമ്മിലുള്ള താരതമ്യം. ഒന്നാമത്, ഹാനോക്ക് ഗോത്ര വിഭജനത്തിനും ഗോത്രപിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചവനാകിയാൽ, അവിടെ ഗോത്രം എഴുതിയിട്ടില്ല, പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു. യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 14-15. അപ്പോൾ ഹാനോക്കിന് ഗോത്രമില്ല, അന്ന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്, മോശെ സംഖ്യാപുസ്തകം 12-6 ലേവി ഗോത്രക്കാരനായിരുന്നു. മൂന്നാമത്, ശമൂവേൽ ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു. ശമൂവേൽ എഴുതിയ 1-ാമത്തെ പുസ്തകം 3-ാമത്തെയും 20-ാമത്തെ വാക്യം. യിരെമ്യാവ് 1-ാമത്തെ വാക്യത്തിൽ അവൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. ലേവി ഗോത്രം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അത് ആവർത്തിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 13-2 ഏത് ഗോത്രത്തിൽ നിന്നും ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഗോത്ര വ്യത്യാസമില്ല. അഞ്ചാമത്, ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. അവൻ പ്രവചിച്ചതായി 10-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ബെന്യാമീൻ ഗോത്രത്തിനുള്ളവനെയും പ്രവാചകനെ ഉപയോഗിച്ചു. യെശയ്യാ പ്രവാചകൻ യൂദാ ഗോത്രക്കാരനാണ്. 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും അവൻ യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്നുള്ളതിന് വ്യവസ്ഥാപിതമായ തെളിവുണ്ട്. ശമൂവേൽ എഴുതിയ പുസ്തകം 1-ാമത്തെ പുസ്തകം 22-5 ഗാദ് പ്രവാചകൻ ഗോത്രം പറഞ്ഞിട്ടില്ല. ശമൂവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം നാഥാൻ പ്രവാചകൻ ഗോത്രം പറഞ്ഞിട്ടില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാമത്തെ 29-ാമത്തെ വാക്യം അഹിയ പ്രവാചകൻ ഗോത്രം പറഞ്ഞിട്ടില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 16-ാമത്തെ വാക്യം ഏലിയാവ് പ്രവാചകൻ ഗോത്രം പറഞ്ഞിട്ടില്ല. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 12-13 എലീശ പ്രവാചകൻ ഗോത്രം പറഞ്ഞിട്ടില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരു പ്രവാചകൻ അനോണിമസ് പ്രോഫറ്റാണ്. ഏത് പ്രവാചകനാണ്, ഏത് ഗോത്രമാണെന്ന് പേരും നാളും നാഴികയും ഒന്നും പറഞ്ഞിട്ടില്ല. 13-ാമത് മലാക്കി പ്രവാചകൻ ഗോത്രമില്ല. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ തിരുവചനത്തിൽ എടുത്തു പറയേണ്ട പല പ്രവാചകന്മാരുണ്ടെങ്കിലും 14-ാമതൊരു പ്രവാചകന്റെ പേര് പറയാം, ദാനിയേൽ. യഹൂദാ ഗോത്രക്കാരനാണ്. മർക്കോസ് 13-14, മത്തായി 24-15 പേർ പറയാത്ത പ്രവാചകന്മാരും ഉണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-22, 13-ാം അധ്യായം 11, 13-ാം അധ്യായം 25, 13-ാം അധ്യായം 29 ഇവിടൊക്കെ അനോണിമസ് പ്രോഫറ്റ്സിനെയാണ് കാണുന്നത്. ആവർത്തന പുസ്തകം 18-18 വരുന്നു. മോശയെ പോലുള്ള ഒരു പ്രവാചകൻ മുകളിൽ പേർ പറയപ്പെട്ടവരും അല്ലാത്തവരുമായി വിശ്വസ്തരായ ധാരാളം പ്രവാചകന്മാർ അവരുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകനെ, ഒരു പ്രത്യേക പ്രവാചകനെ മഹോന്നതനായ ദൈവം എഴുന്നേൽപ്പിക്കും എന്നും യഹോവയുടെ വചനം അവൻ്റെ നാവിന്മേൽ ആക്കും എന്നും യഹോവ ആ പ്രവാചകനോട് കൽപ്പിക്കുന്നൊക്കെയും ജനത്തോട് വള്ളിപുള്ളി മാറ്റമില്ലാതെ പറയുമെന്നും ആ പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ പറയുന്ന യഹോവയുടെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ യഹോവ അവരോട് ചോദിക്കും എന്നും മോശെ പ്രവചിച്ചു. ആവർത്തന പുസ്തകം 18-18 പ്രവാചകൻ പ്രവചിക്കുകയും അവ ഒത്തുവരികയും ചെയ്താൽ വള്ളിപുള്ളി മാറ്റമില്ലാതെ അവനെ പ്രവാചകൻ എന്ന് ഗണിക്കണം. അല്ലെങ്കിൽ അവൻ പ്രവാചകനല്ല, സ്വന്തത്തിൽ നിന്ന് പറഞ്ഞു എന്ന് ഗ്രഹിച്ചു കൊണ്ടാൽ മതി. അവനെ ഭയപ്പെടരുത്. എന്നാൽ യഹോവ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറപ്പെടുന്നുവെങ്കിൽ അവനെ ഭയപ്പെടണമെന്നും എഴുതിയിരിക്കുന്നു. അപ്പം മോശെ 18-ാം അധ്യായം ആവർത്തന പുസ്തകം 18
മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനത്തെ 400 സംവത്സരത്തെ അടിമയും പരദേശവാസവും അവസാനിപ്പിച്ച് അബ്രഹാമിനോടും യാക്കോബിനോടും ഇസഹാക്കിനോടും വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു ആടിനെ യാഗം കഴിച്ച് ആ രക്തം മുഖാന്തരം അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയതുപോലെ ഭൂമിയെ മൊത്തം ഭരിക്കുന്ന പൈശാചിക ശക്തിയിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവരപ്പെട്ട ജനത്തെ പോലെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുവാൻ ഒരു പ്രവാചകനെ അയക്കും എന്ന് മോശയെ പ്രവചിച്ചതിനാൽ പല വിദേശ ശക്തികളുടെ കീഴിൽ അവർ ഭരിക്കപ്പെട്ടല്ലോ. അതാത് സന്ദർഭത്തിൽ ജനം ഉണർവ് പ്രാപിച്ച് ദൈവത്തോട് പ്രത്യേകാൽ പ്രാർത്ഥിച്ചു, ആ പ്രവാചകനെ അയക്കണമേ, ആ പ്രവാചകനെ അയക്കണമേ. ബാബിലോന്യ അധികാരത്തിൽ നിന്നും, മേദ്യ അധികാരത്തിൽ നിന്നും, പാർസ്യ അധികാരത്തിൽ നിന്നും, യവന അധികാരത്തിൽ നിന്നും, റോമാധികാരത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് യിരെമ്യാ പ്രവചനത്തിൽ കാണുന്ന പോലെ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഭരണം നടത്തുന്ന ആ പ്രവാചകനാകുന്ന രാജാവിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് അവർ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന ശിമയോനും അതിനൊത്താശ ചെയ്ത് ആലയത്തിൻ്റെ സമീപത്തിൽ തന്നെ നിന്നിരുന്ന ആ വാത്സല്യ ദേവദാസി പ്രവാചകിയും. അന്നു മുതൽ അവരുടെ നടുവിൽ നിന്നും യഹോവ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന് വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. അപ്പോഴാകുന്നു അവരുടെ നടുവിൽ അതിനു മുമ്പും അതിനു പിമ്പും ഒരുത്തനും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത ഏലിയ പ്രവാചകന്റെ രൂപസാദൃശ്യത്തിൽ, ശ്രദ്ധിക്കണം, അവർ റോമ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവരുടെ ഭൗതിക നന്മകൾ മുഴുവൻ വാർത്തെടുത്ത് ഊറ്റിയെടുത്തു കൊണ്ടുപോകുന്ന റോമൻ ഗവൺമെന്റിന്റെ കരമുണ്ടല്ലോ, ടാക്സ്, അതിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മത്തായി സുവിശേഷം 3:4 ഏലിയ പ്രവാചകന് തുല്യമായി വസ്ത്രധാരണം, വാക്കുകൾ, പ്രവൃത്തികൾ രാജാവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതിയുടെ വികാരം നടത്തുന്ന യോഹന്നാൻ എന്ന വ്യക്തി എഴുന്നേറ്റത് അവൻ ലേവി ഗോത്രത്തിൽ നിന്നുള്ള യോഹന്നാനായിരുന്നു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അപ്പോൾ യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും, മഹാപുരോഹിതന്മാർ വന്നില്ല, 2 പേരുണ്ട്, യോഹന്നാന്റെ അടുക്കൽ അവരുടെ ദൂതുവാഹകന്മാരായി അയച്ചു. അവർ ചോദിച്ചു, ആ പ്രവാചകൻ നീയാണോ? ഏത് പ്രവാചകൻ? ആവർത്തന പുസ്തകം 18:18 മോശയെ പറഞ്ഞ ആ പ്രവാചകൻ നീയാണോ? അഥവാ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും തന്റെ ജനത്തെ വിടുവിപ്പാൻ 400 സംവത്സരത്തെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ, കൃത്യമായി പറഞ്ഞാൽ യോസേഫിനെ അറിയാത്ത രാജാവ് വന്ന ആ സമയം മുതൽ 320 സംവത്സരങ്ങൾ കഠിനമായി ഞെരുക്കപ്പെട്ട ആ ഞെരുക്കത്തിൽ നിന്ന് അവരെ വിടുവിപ്പാൻ, അടിമത്വം അവസാനിപ്പിച്ച് സ്വതന്ത്രരാക്കിയ മോശയെ പോലെ ഒരു പ്രവാചകൻ വരുമെന്ന് മലാക്കിയും പറഞ്ഞല്ലോ. ആ പ്രവാചകൻ നീയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. യോഹന്നാൻ ആ പ്രവാചകൻ ആകുന്നുവെന്ന് ധരിച്ചാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി യോഹന്നാൻ തൻ്റെ സാക്ഷ്യം, ടെസ്റ്റിമോണി പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം മാർട്ടൂറിയ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കോടതികളിൽ ശക്തന്മാരും സമ്പന്നന്മാരുമായ വ്യക്തികൾ ചെയ്യുന്ന അനീതിക്കെതിരായി ഒരു പരാതി രേഖപ്പെടുത്തി വിസ്താരം നടത്തുമ്പോൾ അത് കണ്ടെന്ന് പറയുന്ന പാവപ്പെട്ടവരുണ്ട് എങ്കിൽ 2 പേരുടെ വായ്മൊഴിയാൽ കാര്യം ഉറപ്പാക്കി ഈ സമ്പന്നനും അധികാരിയുമായവനെ ശിക്ഷ വിധിച്ചാൽ അതിന് സാക്ഷി നിൽക്കുന്ന വ്യക്തികളെ കൊന്നുകളയുമായിരുന്നു. അതാണ് രക്തസാക്ഷി എന്ന് പറയുന്നത്. യോഹന്നാൻ ഒട്ടും അധൈര്യപ്പെടാതെ, ലവലേശം സങ്കുചമൊട്ടുമില്ലാതെ പറഞ്ഞത് കേൾക്കണം. അവൻ്റെ സാക്ഷ്യമാണ്. എന്താണ് സാക്ഷി? കണ്ടത് പറയുക. എന്താണ് സാക്ഷ്യം? അനുഭവിച്ചത് പറയുക. അവൻ അനുഭവിച്ചത് പറയുകയാണ്. മറുക്കാതെ വീണ്ടും വീണ്ടും ഏറ്റു പറഞ്ഞു. അവർ പിന്നെയും ചോദിച്ചുകൊണ്ട് നീയാണോ ആ പ്രവാചകൻ? അപ്പോൾ അവർ, നീ ആ പ്രവാചനല്ലെങ്കിൽ ആ പ്രവാചകന് മുൻപ് ഐക്യപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഏലിയാവാകുന്നു എന്ന് ചോദിച്ചു. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിൽ. അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചിട്ടാണ് ചോദിച്ചത്, അങ്ങനെയാകുന്നുവെങ്കിൽ നിന്റെ ശേഷം നീ മുന്നോടിയായി വന്നിരിക്കുന്ന നിന്റെ പ്രവചന ശുശ്രൂഷയ്ക്ക് ശേഷം ആ പ്രവാചകൻ വരുമല്ലോ എന്നുള്ളതോർത്താണ്. അപ്പോൾ ചോദ്യകർത്താക്കൾ
അവരെ അയച്ചവർക്ക് നീ ആരാകുന്നു എന്ന് പറയേണ്ടുന്നതിന് ഉത്തരം പറയണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടു. മലാക്കി പ്രവചനം 4:5 കാര്യമാണ്. യോഹന്നാൻ പറഞ്ഞ ഉത്തരം, ഞാൻ മലാക്കി പറഞ്ഞ ഏലിയാവല്ല. 4 അധ്യായത്തിന്റെ 5 വാക്യത്തിലെ പ്രത്യുത യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വഴി ഒരുക്കുന്നവൻ മാത്രമാകുന്നു. ഞാൻ വഴി വെട്ടുന്നവനാണ്. ഞാൻ ആ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഇവിടെ വരുന്ന ആ പ്രവാചകൻ അല്ല എന്ന് മാത്രം ഉത്തരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. അതായത് ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. ഫോണേ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഫോണേ ശബ്ദം കേൾക്കുവാനും ശബ്ദം കടത്തിവിടുവാനും കഴിവുള്ള യന്ത്രത്തിനാണല്ലോ ഫോൺ എന്ന് പറയുന്നത്. ഞാൻ വെറും ഒരു ശബ്ദം. എനിക്ക് കിട്ടിയ വചനം നിങ്ങളോട് പറയുന്നു. എനിക്ക് പറയുവാനുള്ള വചനം എൻ്റെ ദൈവം എൻ്റെ നാവിന്മേലാക്കിയിരിക്കുന്നു. അവർ പിന്നെയും, നീ തന്നെയാണോ ആ ക്രിസ്തു? അല്ല, നീ ക്രിസ്തു അല്ല, നീ ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ എന്തധികാരം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത് എന്നവർ ചോദിച്ചു. അതിന് യോഹന്നാൻ വ്യക്തമായി പറഞ്ഞ അത്ഭുതകരമായ ഉത്തരം, ഞാനേ വെള്ളത്തിൽ നിങ്ങളെ മുക്കി സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ, സ്തോത്രം, റവറൻഡ് ഡോക്ടറല്ല, ബിഷപ്പല്ല, ദൈവത്തിന് മഹത്വം, ഈ ലോകത്തിൽ കൊടുക്കുന്ന മെത്രാപ്പോലിത്ത അല്ല, ബാവായുമല്ല, ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ അവൻ വരുന്നുണ്ട്, അവൻ തന്നെ. ഇന്ന് മുന്നിൽ നിൽക്കാനാണ് പലർക്കും താല്പര്യം, പിന്നിൽ നിൽപ്പാൻ താല്പര്യമില്ല. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞ അടുത്ത സാക്ഷ്യം കേൾക്കുക. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവിടെയാണല്ലോ ഇന്നത്തെ പ്രശ്നങ്ങൾ മുഴുവൻ. അവർക്ക് തന്നെ സകല ബലവും ബഹുമാനവും ആധിപത്യവും അധികാരവും കയ്യിലിരിക്കണം. വേറൊരുവൻ അധികാരം കൈമാറുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് പറയുകയാണ്, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയാകുന്നവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ കുറഞ്ഞവനല്ല, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ വയലിൽ കൊയ്ത്ത് നടക്കുകയാണ്. അവിടെ മണിയും പതിരും വേർതിരിക്കുന്ന വീശുമുറം പിടിച്ചുകൊണ്ട് ആളുകൾ കളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പറയുന്നത്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 3:11. യോഹന്നാൻ സ്വയം ഒരു അധികാരവും എടുക്കുന്നില്ല, ഒരു ശുശ്രൂഷയും എടുക്കുന്നില്ല. അവൻ വഴിവെട്ടാൻ വന്നവനാണ്, വഴി ഒരുക്കുവാൻ വന്നവനാണ്. പൂർവ്വകാലങ്ങളിലും ഇന്നും മന്ത്രിമാർ വരുന്നതിന് മുൻപ് വഴികളിലുള്ള കുഴികൾ അടയ്ക്കുന്നു, വഴികളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റുന്നു. ചില മന്ത്രിമാരൊക്കെ വരുന്നതിന് 4 മണിക്കൂർ 6 മണിക്കൂർ മുമ്പ് ആ വഴിയെ വേറെ ആരെയും ഇടുന്നില്ല. എന്തെല്ലാം പ്രോട്ടോക്കോളും ഒക്കെ വെച്ചാണ് നടത്തുന്നത്. ഇതേ രീതിയിലാണ് യോഹന്നാൻ പറഞ്ഞത്. പട്ടണത്തിന്റെ ഉള്ളിൽ പോയി വഴിയൊന്നും തടസ്സപ്പെടുവാൻ യോഹന്നാന് കഴിയില്ല. അതുകൊണ്ടാണ് നിർജ്ജന പ്രദേശത്ത് പോയി വിളിച്ചു പറഞ്ഞത്. അവിടെ ആളുകൾ ആരും വന്ന് ട്രാഫിക് തടസ്സമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. ദൈവപുത്രന് വേണ്ടി യോഹന്നാൻ സഹിച്ച പങ്കപ്പാടുകൾ, യോഹന്നാന്റെ അടുക്കൽ കർത്താവ് ചെന്ന ആ അത്ഭുത പ്രവൃത്തികൾ, വിശുദ്ധ പഴയ നിയമത്തിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട പ്രവാചകന്മാരെ അഭിഷേകം അഥവാ കരപൂർണം ചെയ്ത പ്രവാചക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമായിരുന്നുവല്ലോ. പ്രവാചക ശുശ്രൂഷയ്ക്കായി രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19:16 ഏലിയാവ് എലീശയ്ക്ക് വേണ്ടി. തന്നെയുമല്ല, കരപൂരണത്തിനും അഭിഷേകത്തിനും ഉപയോഗിച്ചിരുന്നത് വിശേഷ വിധിമുറപ്രകാരം ഉണ്ടാക്കിയെടുത്ത അഭിഷേക തൈലവും കൊണ്ടായിരുന്നു. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇതേ അഭിഷേക തൈലം ഉപയോഗിച്ച് തന്നെ ആയിരുന്നു പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകവും കരപൂരണവും ചെയ്ത് വേർതിരിച്ചു വന്നിരുന്നത്. പുറപ്പാട് പുസ്തകം 28:4,
29 21 29, 30-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, 40-ാമത്തെ വാക്യവും. അടുത്തത് സങ്കീർത്തനം 133 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായം 1ഉം 17. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 4, 7, 5-ാം അധ്യായം 3, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ന്റെ 16. ഇവരെയൊക്കെ കരപൂർണം ചെയ്ത് ശുശ്രൂഷയാക്കിയ വേർതിരിച്ചത്. മോശയാൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകന്റെ അഭിഷേകം അഥവാ ദൈവപുത്രന്റെ അഭിഷേകം ആണ് അടുത്ത ഒരു ചെറിയ തലക്കെട്ടിൽ. അഭിഷേകം സംബന്ധിച്ചുള്ള നിയമം കൊടുത്ത നിയമകർത്താവ് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാപുരോഹിതനായും എബ്രായർ 2:17, 3:1, 4:14, 15, 5:5, 10, 6:20, 7:26 ഒട്ടനവധി വാക്യങ്ങളുണ്ട്. അഭിഷേകം സംബന്ധിച്ച് നിയമം കൊടുത്ത നിയമകർത്താവ് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാപുരോഹിതൻ, രാജാവും രാജാധിരാജാവും കർത്താധികർത്താവും. മത്തായി എഴുതിയ സുവിശേഷം 27:11-37, വെളിപ്പാട് ദിവസം 17:14, 19:6. ആ ശുശ്രൂഷ ഏൽക്കുകയും നിർവഹിക്കുകയും ചെയ്തത് അന്നത്തെ മഹാപുരോഹിതന്മാരായിരുന്ന ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും കൈവപ്പിനാലും കരപൂരണ ശുശ്രൂഷയാലും അല്ലായിരുന്നു. അതാണ് അവർക്ക് കർത്താവിനോടും യോഹന്നാനോടും ഉണ്ടായ വൈരാഗ്യത്തിലൊന്ന്. അവരുടെ അനുവാദമില്ലാതെ ശുശ്രൂഷിക്കുന്നു. അവരുടെ അനുവാദമില്ലാതെ ഒരു കാര്യം പോലും യഹൂദന്മാരുടെ നടുവിൽ നടത്തുകയോ അവരുടെ പള്ളികളിൽ പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ ഒരിക്കൽ പോലും ആലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 2 തവണ മാത്രമേ ആലയത്തിൽ പോയിട്ടുള്ളൂ. ഈ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും ആലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. പിന്നെയും സമുദായക്കാർ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോടും, മോശ ഏലിയാവിനും, ഏലിയാവ് ഇങ്ങനെ താഴോട്ട് വന്ന് യോഹന്നാനും, സ്കറിയാവിനും, സ്കറിയ യോഹന്നാനും, യോഹന്നാൻ കർത്താവിനും, കർത്താവ് അപ്പസ്തലന്മാർക്കും കൊടുത്തുപോലും കൈവപ്പ്. എടാ, ഒരിക്കൽ പോലും ആലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ പോകാതിരുന്ന യോഹന്നാൻ കർത്താവിന് അഭിഷേകം കൊടുത്തുവെന്നും ഓർഡിനേഷൻ കൊടുത്തുവെന്നും ഒക്കെ പറഞ്ഞാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നല്ലേ പറഞ്ഞത്. പ്രത്യുത തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പുത്രന്റെ മേൽ അയച്ചിട്ടാണ് പുത്രന് കരപൂർണം നടത്തിയത്. മത്തായി സുവിശേഷം 1:18, 3:16, 17, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21, 22. ജനനം പരിശുദ്ധാത്മാവിനാൽ, നടത്തപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ, പിശാചിന്റെ മേൽ ജയിച്ചത് പരിശുദ്ധാത്മാവിനാൽ, തൻ്റെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിനാൽ, താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും പരിശുദ്ധാത്മാവിനാൽ, സ്വർഗത്തിലേക്കും എടുക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ. ആകയാൽ പഴയ നിയമത്തിൽ കരപൂർണം നടത്തിയ ഒരു പുരോഹിതന്റെയും കയ്യാലോ പ്രവാചകന്റെയോ കയ്യാൽ ആ പ്രവാചകൻ ആ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രൻ അഭിഷേകം, കരപൂരണം, പ്രതിഷ്ഠ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നിർത്തുന്നു. ദൈവപുത്രന്റെ അഭിഷേകം ദൈവത്തിന്റെ മഹാപുരോഹിതനും രാജാവുമായിരുന്ന മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉൽപ്പത്തി പുസ്തകം 14:18, എബ്രായർ 5:10, 6:20, 7:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദൈവത്താലായിരുന്നു തനിക്ക് അഭിഷേകം. അങ്ങനെയാകുന്നെങ്കിൽ രാജകീയ പുരോഹിത വർഗത്തെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതും ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല, ദൈവം തന്നെയാണ്. വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ അതിമനോഹരമായ തിരുവചന സത്യങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ തുറക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.